ഈ സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുന്ന അതായത് അത് ഒരു കൊലപാതക പരമ്പര നടത്തി രസിക്കുന്ന ചില ആളുകളുണ്ട്. അതെന്തിനാ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അറിയില്ല. അപ്പോൾ അവർ അവർ അതിൻ്റെ കാര്യവും പറയുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സീരിയൽ കില്ലേഴ്സ് ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരു 1-2 ആളുകളെ കാണാനിട വന്നിട്ടുണ്ട്. അതിൽ ഒരാളെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരാളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കടത്തിണ്ണകളിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകൾ ഇവിടെ സാധാരണ അവരുടെ തലയുണ്ടല്ലോ, ഈ കിടന്ന് ഉറങ്ങുന്നത് എല്ലാ പാവങ്ങളും ഭിക്ഷക്കാരെ അങ്ങനെയുള്ള ആളുകളായി കിടന്ന് ഉറങ്ങുന്നത് ഒന്നുമില്ലാത്തവർ, അവരുടെ തലയുണ്ടല്ലോ ഈ കല്ല് വെച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇടിച്ചങ്ങ് ചമ്മന്തിയാകും ആ പരുവത്തിൽ. അങ്ങനെ അവരെ ദയനീയമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു 7-8 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഇൻസിഡൻറ്റിൽ എറണാകുളത്ത് ഒരാളെ സംശയിച്ച് പിടിച്ച് കൊണ്ടുവന്ന ഒരു കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു തെളിവുമില്ല. ആ തെളിവിൻ്റെ അഭാവത്തിൽ അയാളെ എനിക്ക് വെറുതെ ഉണ്ടായിട്ട് വന്നു. കാരണം തെളിവൊന്നുമില്ല. വേറൊരാളെ പിന്നെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അത് വലിയ അതായത് കൊലപാതകങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര വലിയ റോബറി. അതായത് ഇയാൾ ഈ സ്വർണം പിടിച്ചു പറിക്കാനായിട്ട് തന്നെ കയറുന്നതാണ്. സ്വർണ്ണമാണ് നോക്കുന്നത്, വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കുകയില്ല. ഈ സ്വർണം മോഷ്ടിക്കാനായിട്ട് കയറി കഴിഞ്ഞിട്ട് അത് അർദ്ധരാത്രിക്ക് ശേഷമാണ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആളുകൾ മിക്കവാറും നിദ്രയിലായിരിക്കും. ഈ സ്വർണം ഒക്കെ കഴിയുന്നൊഴിഞ്ഞെടുക്കും. എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഉണർന്ന് കണ്ടുകൊണ്ട് വന്നാൽ വലിയ കമ്പിപ്പാര വെച്ച് അയാളുടെ മണ്ടയടിച്ച് കീറും. അങ്ങനെ ഒരുപാട് പേരെ കൊല്ലപ്പെടുത്തി എന്നുള്ള ആരോപണമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്കൊന്നും ഇതിനൊന്നും ന്യായീകരണമൊന്നുമില്ല. ഈ ആദ്യം ഞാൻ പറഞ്ഞത് യഥാർത്ഥ മാനസിക രോഗി തന്നെയാണ്. കാരണം അത് മുതലിന് വേണ്ടി ഒന്നുമല്ല. രണ്ടാമത് ഞാൻ പറഞ്ഞ ആളെന്ന് പറയുന്നത് മാനസിക രോഗി എന്ന് മാത്രം പറയാൻ ഒക്കില്ല, വളരെ ക്രൂരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അത് കാരണം അത് അയാൾ ഇത് സ്വർണം പിടിച്ചു പറിക്കണം. അത് കിടന്നുറങ്ങുന്നവരായാലും സ്വർണ്ണം എടുത്താൽ അവർ ഉണരും പലപ്പോഴും. അതുകൊണ്ട് സ്വർണം പിടിച്ചു പറിക്കണം, അതിനുവേണ്ടി കയറുന്ന ആളാണ്. അയാൾ കൊലപ്പെടുത്തുന്നതെന്ന് പറയുന്നത് അയാളുടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും കണ്ടുകൊണ്ട് ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടാൽ ഇയാൾ അടിച്ചു കൊല്ലും. അങ്ങനെയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ചില ആളുകൾ ഈ കൊലപ്പെടുത്തിയിട്ട് നെക്രോഫിലിയ എന്ന് നമ്മൾ പറയും. അതായത് കൊലപ്പെടുത്തിയിട്ട് ഈ പെണ്ണുങ്ങളെ അവരുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തിയിട്ട് പോകുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയും കാണാനിടയായിട്ടുണ്ട്. ഇത് യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഗ്രൂപ്പിലും പെട്ടത് അതും ഈ രണ്ടാമത്തതായാലും ശരി, ഒരാളുടെ തലയടിച്ച് കീറി കൊല്ലുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് കാണുന്നതിന് യാതൊരു മനപ്രയാസവും ഇല്ലാതെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതും ഒരു മാനസിക രോഗം തന്നെയല്ലേ. നമ്മൾ ആ രീതി ഒന്ന് കാണണം. അവരും മനസ്സിൻ്റെ സമനില തെറ്റിയ ആളുകൾ തന്നെയാണ്. ഇപ്പം തന്നെ കാണാനിടയായി, ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ പൂച്ചകളെ, അതായത് വളർത്തുന്ന പൂച്ചകളുണ്ടല്ലോ, ആ പൂച്ചകളെ വളരെ വളരെ മൃഗീയമായ രീതിയിൽ കൊന്നു രസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ പൂച്ചകളെ കൊല്ലുന്ന ഗ്രൂപ്പ്, അതിനൊരു ഗ്രൂപ്പുണ്ടത് കേട്ടോ. അവർ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഈ പൂച്ചകളെ എങ്ങനെ കൊല്ലുന്നു. ഒരുത്തനാണെങ്കിൽ ഇവിടെ, അത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടുകൊണ്ടാൽ മതി. അത് കണ്ടുകൊണ്ടിരിക്കാൻ വെക്കില്ല. ആ പൂച്ചയുണ്ടല്ലോ അങ്ങോട്ട് കൊന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നുറുക്കി എടുക്കുന്നത്, അതിൻ്റെ കേട്ടോ തല വെട്ടി മാറ്റി വെക്കുന്നു. ഇങ്ങനെ അവിടെ ഇരുന്ന് അവൻ സൂഹിക്കുകയാണ്. ഇത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻജോയ്മെൻ്റാണ്. പക്ഷേ ഈ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിയെ ഇങ്ങനെ ഇതിനെ പിന്നെ വളർത്തുന്നേ, ഈ വളർത്തു പൂച്ചകളെ ഇതുപോലെ കൊല്ലുന്നവന്മാർ. പൂച്ചകളെ വലിയ ശല്യം ചെയ്യും. പക്ഷേ എനിക്ക് ഈ സാധനത്തിന് ഇഷ്ടമല്ല, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഒന്നാമത് ഇതിൻ്റെ രോമം, ഇത് ഞാൻ വളർത്താൻ സമ്മതിക്കത്തില്ല, വളർത്തത്തുമില്ല. കാരണം ഇതിൻ്റെ രോമം എല്ലടും വീഴും. അത് വളരെ അപകടകരമായ ഒരു സാധനവുമാണ്. പക്ഷേ ഇതിനെ ഓമനിച്ച് വളർത്തുന്ന എത്രയോ പേര്. ഒരു പൂച്ചയെ കണ്ടില്ല എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി ഇന്നാൾ അവരെ പൂച്ച, ചാര നിറത്തിലുള്ള ഒരു പൂച്ച, വളർത്തു പൂച്ച, ഫോറിൻ പൂച്ചയാണ്, അതിനെ വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരുന്നതാണ്. അത് കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് വന്നു, പൂച്ചയെ കാണാനില്ല. അത് പരസ്യമൊക്കെ ചെയ്തിട്ട് ഇവിടെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന്, അതായത് ഇവിടുത്തെ നമ്മുടെ
റെസിഡൻസ് അസോസിയേഷനിലെ മിനിയാണ് അതിനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇവിടെ വന്ന് സാറെ കാണുന്നെങ്കിൽ ആ പൂച്ച ഇവിടെ ഒരു തവണ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ തക്കിടുന്ന് വിളിച്ചാൽ തിരിച്ചറിയാം, കാരണം ഇത് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു, പൂച്ച തിരിഞ്ഞു നോക്കിയിട്ട് ഒറ്റ ഓട്ടം. അപ്പോൾ ഇത് ആ പൂച്ചയാണ്. പിന്നെ ഇതിനെ കണ്ടിട്ടുമില്ല. ഇനി അവർക്ക് അതിന് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ പൂച്ച ഇത്രത്തോളം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതാന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ പൂച്ചയെ കാണാതായി അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, ആശുപത്രിയിലായി. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. അതായത് ധർമ്മസ്ഥലയിൽ ഒരു എക്സ്കവേഷൻ, ഖനനം നടക്കുകയാണ്. രണ്ടിടത്ത് ഖനനം നടക്കുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഖനനം നടക്കുന്നു, അതുപോലെ നമ്മുടെ കേരളത്തിൽ ചേർത്തലയിൽ ഖനനം നടക്കുന്നു. ധർമ്മസ്ഥലയിൽ ഒരുപാട് ഡെഡ് ബോഡികൾ, ഒരുപാട് ബോഡികൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന അതിലെ സാക്ഷിയുടെ മൊഴി അനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടക്കുന്നത്. കുറേ അസ്ഥി കഷ്ണങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് റഡാർ സിസ്റ്റം അത് വെച്ച് നോക്കി കണ്ടുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് പോകുന്നത്. പിന്നെ കടാവർ നായ്ക്കളെ ഇതിനുപയോഗിക്കും. കടാവർ അതായത് ജഡം ഈ ഭൂമിക്കടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നായ്ക്കൾക്ക് കനൈൻ സ്പീഷീസിന് ഒരു സ്പെഷ്യൽ പവറാണ് അതുള്ളത്. അത് പോയി മണർത്ത് കണ്ടുപിടിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നു. അതൊന്നും അല്ല കാരണം. ഇപ്പോൾ കേരളത്തിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മാന്യദേഹത്തിൻ്റെ വീട്ടിൽ ഇത് വന്ന് നടക്കുന്നു. സെബാസ്റ്റ്യൻ നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. ഒരു 2.5 ഏക്കർ വിസ്തീർണമുള്ള ഒരു പുരയിടം, പല കാട് പിടിച്ച് കിടക്കുകയാണ്, കൃഷിയൊന്നുമില്ല അതിനകത്ത്. അതിൻ്റെ നടുക്കൊരു വീട്, അതാണ് സെബാസ്റ്റ്യൻ്റെ ഭവനം. ഇവിടെ കൊടും ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നാട്ടുകാർക്ക് കിട്ടി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ പറഞ്ഞത്? ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അത് 2006 എൻ്റെ ഓർമ്മ, കാണാതായി. ബിന്ദു പത്മനാഭൻ കാണാനില്ല. പക്ഷേ അവരിവിടെ വന്നിട്ടുള്ളതായിട്ട് ഉള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ സെബാസ്റ്റ്യൻ വിളിച്ചു, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ എന്നായി. പിന്നെ അടുത്തതായിട്ട് കാണാനുള്ള ഐഷ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണാനില്ല, അതായി. അവരും ഈ ഭാഗത്ത് വന്നതായിട്ടുള്ളതിൻ്റെ ചില എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലാണ് അവസാനമായിട്ട് ജൈനമ്മ എന്ന് പറയുന്ന സഹോദരി. ജൈനമ്മയെ കാണാതായി. വലിയ പരാതി അന്വേഷണമൊക്കെ വന്നു. അന്വേഷണത്തിൽ നിന്നൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഈ 3 കേസുകളും 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്, ക്രൈംബ്രാഞ്ചിൻ്റെ 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ജൈനമ്മയുടെ നോക്കുമ്പോൾ ജൈനമ്മയുടെ ഈ ഫോൺ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ. ഇത് കാണാതായതിന് ശേഷം, ജൈനമ്മയെ കാണാതായതിന് ശേഷം ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. ഈ സെബാസ്റ്റ്യൻ പോലീസ് നേരത്തെ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നുമില്ല, തെളിവൊന്നും കിട്ടിയില്ല. സെബാസ്റ്റ്യനെ വെറുതെ അങ്ങ് വിട്ടയച്ചു. പിന്നെ ഇപ്പം സെബാസ്റ്റ്യൻ കുടുങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ ജൈനമ്മയുടെ ഫോൺ, മൊബൈൽ ഫോൺ ഈ സംഭവത്തിന് ശേഷം, അതായത് ജൈനമ്മയെ കാണാതായതിനു ശേഷം സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഈ അടുത്ത സമയത്ത് ഈ ഫോൺ ഓണായി കേട്ടോ. അത് പോലീസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കണം. ഫോൺ ഓണായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ IMEI നമ്പരൊക്കെ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ഈ IMEI നമ്പർ അതിനകത്ത് സിം കാർഡ് വേറെ ആയിരിക്കുമല്ലോ. സിം കാർഡ് വേറെ ഇട്ടാണ് ഇത് ഓണാക്കിയേക്കുന്നത്. ഇതാരുടെ സിം കാർഡാണ്, ഇതെവിടെ ഓണായി എന്നൊക്കെയുള്ള അന്വേഷിച്ച് വന്നപ്പം നേരെ അത് സെബാസ്റ്റ്യനിലേക്ക് വന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ കുടുങ്ങി. സെബാസ്റ്റ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞു, എനിക്ക് ഇവരെയൊക്കെ അറിയാം. അതായത് ബിന്ദുവിനെ അറിയാം, അതായത് ബിന്ദു പത്മനാഭനെ അറിയാം, ഐഷയെ അറിയാം, അതുപോലെ തന്നെ ജൈനമ്മയെ അറിയാം. ഞാൻ കൊന്നിട്ടില്ല. ഇത് മാത്രമേ അയാൾ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അയാൾ പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതേ ഇല്ല ഇൻവെസ്റ്റിഗേഷന്. അങ്ങനെ പോലീസ് നോക്കിയപ്പോൾ ഏതായാലും ഇയാളെ വീട്ടുപുരയിടം പരിശോധിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും, തെളിവ് കിട്ടും എന്നുള്ള കാരണത്താൽ ആദ്യം വന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം ഒരു ഭാഗത്ത് കരിച്ചേക്കുന്നു കേട്ടോ, എന്തോ ഇട്ട് കത്തിച്ചേക്കുന്നതിൻ്റെ ഒരു ലക്ഷണമുണ്ട്. അത് നോക്കിയപ്പം കത്തിയ കുറേ ചാമ്പലുകളും ചാരവും കരിയും ഒക്കെ കണ്ടു. അത് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് മനുഷ്യൻ്റെ എല്ലുകൾ എന്നുള്ള ഇത് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടുകിട്ടി കഴിഞ്ഞു. അത് ചോദിച്ചപ്പോഴും സെബാസ്റ്റ്യൻ ഒന്നും അറിഞ്ഞൂടാ. എന്ത് വൃത്തികെട്ടവനാന്ന് ആലോചിച്ച് നോക്ക്.
ഒരു കാര്യവും അവൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഈ മൂന്നാം മുറ എന്നൊക്കെ പറയുന്നത് പോലീസുകാർ ഇപ്പം ഒരുപാട് പ്രയോഗിക്കല. അത് നിരപരാധികളുടെ അടുത്തേ ചെയ്യുള്ളൂ. അല്ലാതെ ഇതുപോലെ ഈ കൊലയാളികളുടെ അടുത്തൊന്നും ഈ പോലീസ് മൂന്നാം മുറ പ്രയോഗിക്കത്തില്ല. കാരണം അവനൊക്കെ വായിൽ മുട്ടയൊക്കെ പുഴുങ്ങി വാങ്ങിച്ച് വെച്ചു കൊടുത്തേ ഇവർ ചോദിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആണ് പോലീസിൻ്റെ ക്വസ്റ്റ്യനിങ്. എന്തായാലും സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൂടാ. അവസാനം വീണ്ടും ഒരു സംശയം സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇത് വീട്ടിലോ ഇവിടെയൊക്കെ ഇതിന് വേറെ തെളിവ് കാണും. അന്നേരം അതിനകത്തൊരു കുളമുണ്ട് ഈ പുരയിടത്തിൽ. അപ്പോൾ ആ കുളം ഒന്ന് വറ്റിച്ച് നോക്കണം എന്നുള്ളതായി. ആ കുളം വറ്റിച്ചു നോക്കിയപ്പോൾ അത് ചെളി പൊതഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ കണ്ടുകിട്ടി അതിനകത്തുനിന്ന്. ഇത് കുറേ വർഷങ്ങളായതാണല്ലോ. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഒക്കെ കണ്ടു. ആ വസ്ത്രങ്ങൾ കണ്ടു. അത് കൂടാതെ ഒരു കൊന്തയും കിട്ടി അതിൽ നിന്ന്. അത് കടയവർ നമ്മുടെ ഈ നായ ഉണ്ടല്ലോ, ആ നായാണ് പോയി അത് എടുത്തുകൊണ്ട് വരുന്നത്. ആ സാധനം അതും കണ്ടു കിട്ടി. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇവിടെ ചില തെളിവുകൾ അങ്ങനെ വന്നു. വീണ്ടും പുരയിടത്തിൽ നേരത്തെ കണ്ടതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കല്ലേ. ഈ പോലീസുകാർ വളരെ കഷ്ടപ്പെട്ട് കാടൊക്കെ വെട്ടി തെളിച്ചാണ് ഇവിടെ പരിശോധന നടന്നത്. അങ്ങനെ നടത്തി നോക്കിയപ്പോൾ കുഴിച്ച് നോക്കിയപ്പം വീണ്ടും അസ്ഥി കഷ്ണങ്ങൾ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഉത്തരവില്ല. പക്ഷേ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതായത് നമ്മുടെ ഇപ്പം ഭാരതീയ ന്യായ അധിനിയം അനുസരിച്ച്, അതായത് പഴയ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരാളുടെ മാത്രം എവിഡൻസ് ആക്ടിൽ ഒരു പ്രൊവിഷനുണ്ട്. അതായത് ഒരാളുടെ നോളജിൽ മാത്രം സംഭവിച്ചേക്കുന്ന ഒരു കാര്യം ആണെന്നുണ്ടെങ്കിൽ അയാളതിന് ആൻസറബിൾ. അയാൾ പറയണം എങ്ങനെ സംഭവിച്ചെന്ന്. ഇപ്പം യവൻ്റെ പുരയിടത്തിൽ ഇതേപോലെ അസ്ഥികഷ്ണങ്ങൾ കുഴിച്ചിട്ടേക്കുന്നു, അത് കാണുന്നു. അതായത് കുഴിച്ചിട്ടേക്കുന്നതിൽ മാന്തി എടുക്കുന്നു, അവിടെ കരിച്ചിട്ടേക്കുന്നു. യവൻ്റെ ഓൺ നോളജാണ് ഇത് പറയേണ്ടത്, യവനാണ്. ഇപ്പോൾ അപ്പോൾ അത് യവന് ഒരു കാരണവശാലും അതിൽ നിന്ന് ഊരിപ്പാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ മാത്രം നോളജിലുള്ള ഒരു കാര്യം അത് ഡൈവേർജ് ചെയ്യാൻ അവൻ ബാധ്യസ്ഥനാണ്. അത് അവൻ തെളിയിച്ചോണം. അങ്ങനെ കാര്യമുണ്ട്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ്റെ കാര്യം ഏതാണ്ട് കട്ടപ്പുകയായി എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ഈ ബോൺ, അതായത് ഇത് ആരുടെ അസ്ഥികഷ്ണങ്ങളാണ് എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഈ അസ്ഥികഷ്ണങ്ങൾക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. അത് എത്ര വർഷം കഴിഞ്ഞാലും ശരി, മുടി അസ്ഥികഷ്ണങ്ങൾ, മുടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടോട് കൂടിയ മുടി, അതും അസ്ഥികഷ്ണങ്ങൾ, പല്ല് മുതലായ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് അവശേഷിച്ചാൽ, മറ്റേ മജ്ജയും മാംസമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. ഉണ്ടെങ്കിൽ അത് ഈ ഇതൊരു അതായത് കാണാതായി സംശയിക്കപ്പെടുന്ന, കൊല്ലപ്പെട്ടെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ബന്ധുക്കൾ, അതായത് അവരുടെ ബ്ലഡ് റിലേഷൻസിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് DNA കളക്ട് ചെയ്തിട്ട് ഈ DNA കമ്പയർ ചെയ്യാം ഇതുമായിട്ട്. അണ്ട് ഈ ബോണിലെ DNA ഒന്നും ഒരു കാരണവശാലും എന്നായാലും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്താൽ അത് കണ്ടുപിടിക്കാം ഇതാരാണെന്നുള്ളത്. അങ്ങനെ ഈ കാണാതായ ആളുകളുടെ ഈ 3 പേരുടെയും ബന്ധുക്കളുടെ DNA ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് പോലീസ്. അത് ഇതുമായിട്ടൊക്കെ ഇനി കമ്പയർ ചെയ്ത് നോക്കണം. ആ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവർ കൊല്ലപ്പെട്ടതാണെന്നുള്ളതിന് സംശയമില്ലല്ലോ. ഒരാൾ തന്നെത്താൻ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് കുഴിയെടുത്ത് അതിൽ കിടന്ന് മൂടത്തില്ലല്ലോ ഏതായാലും. അതുപോലെ തന്നെ തന്നെത്താനല്ലേ കത്തണം. കത്തിയാൽ യവൻ പറയണം ഇതെങ്ങനെയാണെന്ന്. യവൻ്റെ പുരയിടത്തിൽ നിന്ന്, അവൻ്റെ വശത്തു നിന്നും, അവൻ്റെ വീട്ടിൽ നിന്നും ഇതിൻ്റെ തെളിവുകൾ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ സംഭവം, ഇവരുടെ റിമെയിൻസ് വന്നത് എങ്ങനെയാണ് എന്ന് പറയണം. അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല സെബാസ്റ്റ്യൻ്റെ രക്ഷപ്പെടാൻ. ഏതായാലും ധർമ്മസ്ഥലയിലും ഇതേപോലുള്ള സംഭവങ്ങൾ അരങ്ങേറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കേസും അന്വേഷിച്ച് തെളിയട്ടെ. കാരണം ഇതേപോലെ കൊല്ലപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പലരും ഈ കാലയവനികയ്ക്കുള്ളിൽ അങ്ങ് മറിഞ്ഞു. കാണാതാവുമ്പോൾ എന്താണെന്നറിയോ, കുറേ നാളങ്ങ് കാണാതായി. കുറേ നാൾ പോലീസ് അന്വേഷിക്കും. എവിടെങ്കിലും ശവശരീരങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കത്തിച്ചാൽ എങ്ങനെ കണ്ടുകിട്ടും? ഇത് ഇവന് മാത്രമല്ല, ഇവനിതിൻ്റെ സൗകര്യം എന്താണെന്നറിയോ, 2.5 ഏക്കർ വിസ്തീർണമുണ്ട് വസ്തുവിന്. കാട് പിടിച്ച് കിടക്കാണ്. അവിടെ ആരും ചെല്ലത്തില്ല. ഇവൻ ആരുമായിട്ടും അടുപ്പമില്ല, അവൻ ആരും കയറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുത്തൻ അവിടെ ഇത് കത്തിക്കുന്നു. എങ്ങനെ, ഇത് എന്ത് ചെയ്തു, എന്തിനാണ് ഇത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവൻ പറഞ്ഞാലേ ഈ മോട്ടീവ് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വലിയ അന്വേഷണം നടത്തി വേണം ഇത് കണ്ടുപിടിക്കാൻ. പോലീസ് ആ കാര്യത്തിൽ വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.